അപ്പോൾ നമ്മളിന്ന് റെഡ്മി നോട്ട് 13 ആണ് അൺബോക്സ് ചെയ്യാൻ പോണത്. ഇതൊരു ക്വിക്ക് അൺബോക്സിംഗ് ആണ്. ഡീറ്റെയിൽ റിവ്യൂ പിന്നീട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് 6 GB റാം 128 GB സ്റ്റോറേജ് വരുന്നൊരു മോഡലാണ്. ഇപ്പോൾ 8 GB വരെ വിർച്വൽ റാം ആഡ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. 120 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ, 108 മെഗാപിക്സലിൻ്റെ ക്യാമറ, 33 വാട്ടിൻ്റെ ചാർജിങ്, സൂപ്പർ സ്ലിം ഡിസൈനാണ്. മീഡിയാടെക്കിൻ്റെ 6080 ആണ് ചിപ്സെറ്റ് വരുന്നത്. പിന്നെ ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷനും ഉണ്ട്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. നമ്മൾ ഡീറ്റെയിൽ റിവ്യൂ ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോ വരുന്നുണ്ട്. അതിൻ്റെ നമുക്ക് ബാറ്ററി ടെസ്റ്റ് അതുപോലെ ക്യാമറ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കാം. ഈ ഒരു ഫോണിൻ്റെ മുകളിൽ 2 വേരിയൻ്റ് ഉണ്ട്. 13 Pro ഉണ്ട്, Pro Plus ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കർവ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ 120 വാട്ടിൻ്റെ ചാർജിങ് ഒക്കെ ഉണ്ട്. 19 മിനിറ്റിൽ ചാർജ് ആവുന്നൊക്കെയാണ് അവർ പറയണത്. അപ്പോൾ ഇതിൻ്റെ ചാർജിങ് ടെസ്റ്റും ഡിസ്ചാർജിങ് ടെസ്റ്റൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ആണ് നമുക്കിങ്ങനെ ഒരു പേപ്പറിൻ്റെ ബോക്സാണ് വരുന്നത്. ഇതിൽ നമുക്ക് അഴിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ ഒരു സിം എജക്ടർ ടൂൾ വരുന്നുണ്ട്, പിന്നെ ഒരു പേപ്പർ, പിന്നെ ഒരു കേസ് വരുന്നുണ്ട്. ഇതൊരു ട്രാൻസ്പെറൻറ്റ് കേസ് അല്ല, സാധാരണ ഫോണുകളിൽ വരുന്ന ട്രാൻസ്പെറൻറ്റ് കേസ് അല്ല. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫോൺ എടുത്ത് നോക്കാം. ഫോൺ എടുക്കാനായിട്ട് ഇവിടെ പുള്ളി ചെയ്യാനായിട്ടൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒന്നല്ലെങ്കിൽ ഗ്യാപ്പ് ഇട്ട് എടുക്കണം, അല്ലെങ്കിൽ ബോക്സ് ചരിക്കേണ്ടി വരും. ഇതിൻ്റെ ഏറ്റവും ഫസ്റ്റ് ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈനാണ് ബാക്കിൽ. ഇതൊരു ഗോൾഡൻ കളറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ ക്യാമറ നോക്കിയാൽ കാണാൻ പറ്റും. 108 മെഗാപിക്സലിൻ്റെ ക്യാമറയുണ്ട്. പിന്നെ വേറെ 2 ക്യാമറയുണ്ട്. ഫ്ലാഷ് ലൈറ്റിൻ്റെ ഡിസൈൻ വരെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതിൻ്റെ സൈഡിലൊക്കെ ഓരോ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡിസൈനിൻ്റെ കാര്യത്തിൽ ഇത് ഒരു 10 പോയിൻ്റ് നേടിയിട്ടുണ്ട്. പിന്നെ ടൈപ്പ് സി ചാർജിങ് ആണ്. സൈഡിലാണ് സിം എജക്ടർ റൂൾ വന്നത്. മുകളിൽ IR ബ്ലാസ്റ്റർ ഉണ്ട്, മൈക്ക് ഉണ്ട്, ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. ഇനി പവർ ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ MIUI 14 ആണ് വരുന്നത്. നമുക്കിനി പെട്ടെന്നൊന്ന് സ്റ്റാർട്ടപ്പ് ചെയ്ത് നോക്കാം. ഇപ്പം ഇതിലിങ്ങനെ ഒരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്, സെർച്ച് എഞ്ചിൻ ഏത് വേണമെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സെർച്ച് എഞ്ചിൻ ചൂസ് ചെയ്യാൻ പറ്റും. എന്നാലും അതിനകത്ത് ക്രോമും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ മാറ്റാനും പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ജസ്റ്റ് ഗൂഗിളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ആഡും യൂസർ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പോൾ തന്നെ ചെറിയ രീതിയിൽ ഹീറ്റായി തുടങ്ങിയിട്ടുണ്ട് ആ ഫോൺ. ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് ഏറ്റവും ഹൈലൈറ്റ്. ഡിസ്പ്ലേ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ്. ഫോൺ ഈ സ്റ്റാർട്ടപ്പിൽ തന്നെ അത്യാവശ്യം ഹീറ്റായിട്ടുണ്ട്. നമുക്ക് ഹീറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നീട് നോക്കാം. തെർമൽ ക്യാമറയൊക്കെ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യും. കുറേ ആപ്സും ഗെയിംസൊക്കെ പ്രീ ഇൻസ്റ്റാൾ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. ഗെയിമുകളാണ് കൂടുതലും. സ്പോട്ടിഫൈ കളയണ്ട, സ്നാപ്ചാറ്റ് കളയാം. പിന്നെ നമുക്ക് സെറ്റിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും അടിപൊളി സംഭവം ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് അവർ തരുന്നുണ്ട്. ക്ലോക്കും സിഗ്നേച്ചറൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൽ കസ്റ്റമൈസ് അല്ല, നമുക്ക് ഇത് കസ്റ്റമൈസ് ചെയ്യുകയും ചെയ്യാം. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ളൊരു പുതിയ ഡിസൈൻ ഉണ്ടാക്കുകയും ചെയ്യാം. നമ്മുടെ ഫോട്ടോ ഒക്കെ ആഡ് ചെയ്യാം. ഒരുപാട് ക്ലോക്സിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വേണമെങ്കിൽ ബാറ്ററി പെർസെൻറ്റേജ് ഒക്കെ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ കളർ മാറ്റാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഇവിടെ കസ്റ്റമൈസ് ചെയ്യാം. നമുക്കൊരു ഇമേജ് ആഡ് ചെയ്യാം. ഇതൊക്കെ എല്ലാ ഫോണിലും ഉള്ളതാണ്, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉള്ളത്. ഇവിടെയാണ് മെമ്മറി എക്സ്റ്റൻഷൻ വന്നത്. ഇവിടെ നമുക്ക് 4 ആക്കുമ്പോൾ ഫോണൊന്ന് റീബൂട്ടാവും. റീബൂട്ടായി വന്നു കഴിഞ്ഞാൽ പിന്നെ 4 GB എക്സ്റ്റെൻഡ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ റീബൂട്ടായി വന്നിട്ടുണ്ട്. ഞാൻ സ്പീഡിൽ കാണിച്ചതാണ്. അതിനിടയ്ക്ക് ഈ പൗച്ച് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് സാധാരണ പോലെ ട്രാൻസ്പെറൻ്റ് അല്ല, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട്.
ഉള്ളിലൊരു ചെറിയ പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ക്യാമറയ്ക്ക് പ്രൊട്ടക്ഷൻ ഇല്ല. നമ്മൾ ഈ പൗച്ച് ഇട്ടിട്ട് താഴെയൊക്കെ വെക്കുമ്പോൾ ക്യാമറയിൽ സ്ക്രാച്ച് വരാൻ ചാൻസ് കൂടുതലാണ്. അതിന് നമുക്ക് സാധാരണ നമ്മളൊക്കെ ഇടാറുള്ള പോലത്തെ സിലിക്കോൺ പൗച്ച് അല്ലെങ്കിൽ സോഫ്റ്റ് പൗച്ച് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും ക്യാമറകൾ പ്രൊട്ടക്റ്റ് ചെയ്യണത്. അല്ലെങ്കിൽ ക്യാമറയ്ക്ക് ഒരു ഗ്ലാസ് ഒട്ടിച്ചാലും മതി. ഒരു പ്രൊട്ടക്ടർ നമ്മൾ ഒട്ടിക്കാറുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അവർ ട്രാൻസ്പാരൻറ്റ് തരാത്തതെന്ന് അറിയില്ല. കാരണം നമുക്ക് ഈ ഫോണിൻ്റെ ഡിസൈൻ ശരിക്കും കാണണമെങ്കിൽ ട്രാൻസ്പാരൻ്റ് ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. ക്യാമറ ടെസ്റ്റൊക്കെ വെച്ചിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ ഈ ഒറ്റ നോട്ടത്തിൽ ക്യാമറ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ നമ്മളിങ്ങനെ ചെക്ക് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ഔട്ട്ഡോർ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാലോ. ഇതിപ്പോൾ 108 ഫോട്ടോയാണ്. ഇത് കുറച്ചുകൂടി അകത്തേക്ക് പിടിച്ചാലായിരിക്കും ചിലപ്പോൾ ആ ഒരു പിക്സലിൻ്റെ ക്വാളിറ്റിയൊക്കെ നമുക്ക് കിട്ടുള്ളൂ. എന്തായാലും നമുക്ക് പിന്നീട് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി സെറ്റിങ്സിലേക്ക് വന്നാൽ നമുക്ക് അബൌട്ട് ഫോണിൽ നോക്കിയിട്ട് MIUI 14.0.1 ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ നമുക്ക് ഓൾ സ്പെക്ക് എടുത്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് കണ്ട 4GB എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് ഈ ഫോണിൻ്റെ ക്വിക്ക് അൺബോക്സിങ്ങിൽ പറയാനുള്ളത്. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പറയും. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.